അസ്സലാമലൈക്കും. അപ്പോൾ വാട്ട് ഈസ് കലിഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ആർട്ട് ഓഫ് പ്രൊഡ്യൂസിങ് ഡെക്കറേറ്റീവ് ഹാൻഡ് റൈറ്റിംഗ് ഓർ ലെറ്ററിങ് വിത്ത് എ പെൻസിൽ, ബ്രഷ്, കലം എക്സെട്ര. അപ്പോൾ കലിഗ്രാഫിയെ കുറിച്ച് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു ഡിപ്രഷൻ മൂഡിൽ കലിഗ്രാഫി വരക്കാൻ, നമുക്കൊരു ദേഷ്യവും അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ മൂഡിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വരക്കാൻ പറ്റില്ല. സോ നമുക്ക് ആ ചിന്തയായിരിക്കും, ഇവിടെ ശ്രദ്ധയുണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ കലിഗ്രാഫി പഠിക്കാനുള്ളൊരു മൂഡിലായിട്ട് മാത്രം പഠിക്കാതിരിക്കുക. പിന്നെ നല്ല ഹാപ്പി മൂഡിൽ വേണം കലിഗ്രാഫി ചെയ്യാൻ. ഹാൻഡ് റൈറ്റ് നന്നായിരിക്കണം. അറബി ഹാൻഡ് റൈറ്റിങ് നന്നായിട്ട് എഴുതി നല്ലൊരു ഹാൻഡ് റൈറ്റ് ഉള്ള ഒരാൾക്ക് കലിഗ്രാഫി ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ഹാൻഡ് റൈറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിച്ചിട്ട് മാത്രം ഇതിലോട്ട് വരിക. നമുക്ക് ഈ ലോകത്ത് സാധിക്കാത്തതൊന്നുമില്ല. നമ്മൾ ചെയ്യും, നമുക്ക് ചെയ്യാൻ കഴിയുമെന്നൊരു മനസ്സ് വെച്ച് വേണം ചെയ്യാൻ. നമ്മുടെ മനസ്സിനെ നമുക്ക് കഴിയുമെന്ന് ഉറപ്പിക്കണം. അങ്ങനെ ക്ഷമിച്ചെഴുതുന്ന ഒരാൾക്കും നല്ലൊരു കലിഗ്രാഫറാകാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കലിഗ്രാഫി സ്ക്രിപ്റ്റുകളെ കുറിച്ച് പറയാം.